പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ബാംഗ്ലൂർ അപ്പാർട്ട്മെന്റിൽ 18 വയസ്സുകാരിയായ ആസാം സ്വദേശി വ്ളോഗറുമായ മായ ഗഗോയുടെ മരണത്തെ തുടർന്ന് കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ ജോലി തേടിയെത്തിയ ആർണവ് അനോഹി എന്ന് പറയുന്ന 21കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. രണ്ടുപേരും പ്രണയബദ്ധരായിരുന്നു. പ്രണയത്തിൽ നിന്ന് മാറണമെന്ന് ആർണവ് അനോയി മായയോട് പറഞ്ഞിരുന്നു. അത് കേട്ടില്ല, അതുകൊണ്ടാണെന്ന് ചില മാധ്യമങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ആർണവ് അനോയിക്ക് മായ ഗഗോയിയെ സംശയമായിരുന്നു. ഇതാ വേറെ ആരുമായിട്ടോ പുള്ളിക്കാരി പ്രണയത്തിലോട്ട് വഴുതി വീർന്നിട്ടുണ്ടായിരുന്നു എന്ന് സംശയമായിരുന്നു, അതുകൊണ്ടാണ് കൊല ചെയ്തതെന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ മായ ഗഗോയി എന്ന് പറയുന്നത് ഇന്ദിരാ ഗഗോയി എന്ന് പറയുന്ന ആസാമിലെ പ്രമുഖമായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മുൻ മന്ത്രി കൂടിയായ ഒരാളുടെ ഗ്രാൻഡ് ഡാറ്ററാണ്, അഥവാ ചെറുമകളാണ്. അപ്പോൾ ആസാം രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ ആസാമിലും ഒക്കെ വളരെ വലിയ കുടുംബമാണ് മായ ഗഗോയുടേത്. അതുകൊണ്ട് തന്നെ ഇത് ആസാമിൽ വളരെ വലിയ പ്രശ്നങ്ങളായി മാറുകയാണ്. പ്രത്യേകിച്ചും ഞാൻ ആസാമിലെ ചില യൂട്യൂബ് ചാനലുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പേജിനും അല്ലെങ്കിൽ അവളുടെ യൂട്യൂബ് ചാനൽ പിറകിലുമൊക്കെ വരുന്ന കമൻറ്റുകൾ എടുത്തു നോക്കുമ്പോൾ അത് കേരളത്തെയൊക്കെ പരോക്ഷമായി ഉത്തരേന്ത്യക്കാർ ആക്ഷേപിക്കുന്നത് പോലെ ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന രീതിയിലാണ്. കേരളത്തിൽ ഇത് സ്വാഭാവികമാണ്, മലയാളിയാണ്, മല്ലുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളാണ്. പ്രത്യേകിച്ചും ആർണവ് ഒരു പ്രത്യേക സമുദായം അല്ലാത്തതിൻ്റെ പേരിൽ തൽക്കാലം ആ സമുദായവും കേരളവും ഒക്കെ രക്ഷപ്പെട്ടു എന്ന് പറയാം. അല്ലെങ്കിൽ കേരളം ലവ് ജിഹാദിൻ്റെ കേന്ദ്രമാണെന്നൊക്കെ രീതിയിലുള്ള ഉത്തരേന്ത്യൻ സംഘി ഗോസിപ്പുകൾ അങ്ങനെ പരന്ന് പരിലസിച്ച് വിഷം വിതേറിയനെ. തൽക്കാലം ദൈവം നമ്മെ രക്ഷിച്ചു എന്ന് പറയാം. ആർണവ് വേട്ടയാടപ്പെടാൻ അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്ന ആ സമുദായത്തിൽ നിന്നുള്ള ആളല്ല എന്നത് തൽക്കാലം എല്ലാവർക്കും രക്ഷയാണെന്ന് പറയാം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന സബ്ജക്റ്റ് അതല്ല, മറിച്ച് മായ ഗഗോയി എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ, വളരെ തറവാടിത്തമുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്. എന്നിട്ടും ആ പെൺകുട്ടി ഇത്തരം കുരുക്കുകളിലേക്ക് വന്നുപെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ ഇതൊരു ഡേറ്റിംഗ് ആപ്പ് വഴിയുള്ള ബന്ധമായിരുന്നു എന്നാണ് പറയുന്നത്. ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് മായ ഗഗോയി അർണവ് അനോയിയെ പരിചയപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അതാണ് ഇത്തരമൊരു ബന്ധത്തിലേക്ക് വരുന്നതും അവർ അപ്പാർട്ട്മെൻറ്റിൽ റൂം എടുക്കുന്നതിനും അതിനെ തുടർന്ന് ഉള്ള കൊലപാതകത്തിനുമൊക്കെ കാരണമായി പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം ആപ്പുകളുടെ ഒരു അപകട സ്ഥിതിയെക്കുറിച്ചാണ്. കുറച്ച് ദിവസം മുമ്പ് എറണാകുളത്ത് ഇതുപോലെ ഒരു കൊലപാതകം നടന്നിരുന്നു. ജോയ്സി എബ്രഹാം എന്ന് പറയുന്ന 55 വയസ്സുകാരെ ഇൻഫോസിസ് ജീവനക്കാരനായ ഗിരീഷ് കുമാർ കൊല ചെയ്യപ്പെടുത്തിയിരുന്നു. ഇതും ഇതുപോലൊരു ആപ്ലിക്കേഷൻ കൂടി ഇതുപോലുള്ള ഒരു ഓൺലൈൻ ആപ്ലിക്കേഷനിൽ കൂടി പ്രണയം കൈമാറുന്ന ഒരു ആപ്ലിക്കേഷനിൽ കൂടിയാണ് ഇവർ രണ്ടുപേരും പരിചയപ്പെട്ടത് എന്ന് നമ്മൾ വാർത്താമാധ്യമങ്ങൾ കണ്ടതാണ്. എന്ന് വെച്ചാൽ 6 മുതൽ 60 വരെയുള്ള എല്ലാവരും ഇത്തരം ഓൺലൈൻ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നു എന്നാണ്. പ്രണയം കൈമാറാനും പരിചയപ്പെടാനും സൗഹൃദം പങ്കിടാനും ഒക്കെ തുടങ്ങുന്ന ഈ ആപ്ലിക്കേഷനുകൾ ഒരു പരിധിവരെ അവിഹിതത്തിലേക്ക് കടന്നു പോകുന്നു എന്ന സൂചനകൾ തന്നെയാണ് കിട്ടുന്നത്. ശ്രദ്ധിക്കുവാൻ തന്നെ പറയുകയാണ്. കാരണം ഇത്തരം ആപ്ലിക്കേഷനുകൾ 55ഉം 60ഉം വയസ്സുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്നത് ഏകദേശം ഏകാന്തമാകുന്ന ജീവിതത്തിലാണ്. കാരണം നമുക്കറിയാം, ജോയ്സി എബ്രഹാം എന്ന് പറയുന്ന സ്ത്രീയുടെ ഏക മകൾ കാനഡയിലാണ്. അപ്പോൾ അവരുടെ ഒരു ഏകാന്തതയ്ക്ക് ക്ഷമനം എന്ന രീതിയിലായിരിക്കാം സുഹൃത്തുക്കളെ തേടിയിട്ടുള്ളത്. ആ സുഹൃത്ത് അവരെ മിസ്യൂസ് ചെയ്യുകയും കൊല ചെയ്യുകയൊക്കെ ചെയ്തു, സമ്പത്ത് അടിച്ചെടുക്കുന്നതിന് വേണ്ടി. പക്ഷേ പെൺകുട്ടികൾ മിക്കപ്പോഴും ഒരു ധ്വര കൊണ്ട് തന്നെയാണ് ഇത്തരം ആപ്ലിക്കേഷനുകളിലേക്ക് വന്നു ചാടുന്നത്. അതുകൊണ്ടാണ് ആസാമിയായ പെൺകുട്ടി കേരളത്തിലുള്ള ആർണവ് അനോയി എന്ന് പറയുന്ന ഒരു 21 വയസ്സുകാരനുമായി പ്രണയത്തിലാകുകയും അവൾ പിന്നെ കൊല ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ആർണവ് അനോയിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന രംഗങ്ങൾ വീക്ഷിച്ചിട്ടുണ്ട് TV-യിൽ. പക്ഷേ വളരെ നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ 21 വയസ്സിൻ്റെ അപക്വതയിൽ ചെയ്തു പോയൊരു കാര്യം ചിന്തിക്കാൻ, ആലോചിക്കാൻ ഒക്കെ പക്വമാകുന്നൊരു പ്രായത്തിന് മുമ്പ് ചെയ്തു പോയൊരു കാര്യം എന്ന രീതിയിലാണ് അവൻ്റെ പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. നമ്മുടെ യുവത്വം വളരെ എക്സ്ട്രീമായിട്ട് പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന രീതിയിലേക്ക് വഴിമാറിപ്പോയിരുന്നു. പണ്ടൊക്കെ പ്രണയ ചാബല്യങ്ങളുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രണയ
നിരാസങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ആളുകൾ കുറച്ച് നാളൊക്കെ എന്തെങ്കിലും ലിക്കറോ കള്ളോ കുടിച്ച് എവിടെയെങ്കിലും മാനസമയനെ പാടി നടക്കും. പിന്നെ റിയൽ ലൈഫിലോട്ട് അവർ തിരിച്ചു പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എതിരാളി അല്ലെങ്കിൽ തൻ്റെ ഇന്നലെ വരെ എല്ലാമായിരുന്ന ഒരാളെ കൊന്നുകളയാൻ യാതൊരു വൈമനസ്യവും ഇല്ലാതായിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ എത്ര സംഭവങ്ങളാണിത് കാണുന്നത്. വഴിയിൽ ആസിഡ് ഒഴിക്കുക, വീട്ടിൽ കയറി കൊല്ലുക. ഇന്നലെയും എൻ്റെ വീട്ടിനടുത്ത് കിളിമാനൂർ എന്ന് പറഞ്ഞ തിരുവനന്തപുരം ജില്ലയിൽ മകളെ കല്യാണം ആലോചിച്ചു ഒരാൾ. പക്ഷേ അയാൾ മകൾ കൊച്ചുകുട്ടിയാണ് എന്ന് പറഞ്ഞു കല്യാണം കഴിച്ചു കൊടുത്തില്ല. പെട്ടെന്ന് തന്നെ ആ അച്ഛനെ, മകളെ കല്യാണം കഴിച്ചു കൊടുക്കാത്തതിൻ്റെ പേരിൽ കല്യാണം ആലോചിച്ച് ചെന്ന ആൾ അച്ഛനെ കല്ലുകൊണ്ടിടിക്കുകയും അയാൾ മരിച്ചു പോവുകയും ചെയ്തു. 2-3 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചു പോവുകയും ചെയ്തു. നമ്മുടെ സാമൂഹ്യ സ്ഥിതി വളരെ മോശമായി വരികയാണ് എന്ന് തന്നെയാണ് ഇത്തരം സംഭവ വികാസങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. പെട്ടെന്നുള്ള പ്രതികരണം, ക്ഷമയില്ലായ്മ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തുടർന്നു വരികയാണ്. നമ്മുടെ സമൂഹത്തിന് മൊത്തമായി തന്നെ ഒരു കൗൺസിലിംഗ് ആവശ്യമായി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നു വരികയാണ്. പണ്ട് നമ്മൾ യൂറോപ്പിലൊക്കെ ഇത്തരം വാർത്തകൾ നമ്മൾ ചില പ്രോഗ്രാമിലേക്ക് കാണുമ്പോൾ 1979-80കളിൽ ഒരു മയക്കുമരുന്നിൻ്റെ അഡിക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് യൂറോപ്പിലൊക്കെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ തിരിച്ചുപോക്കിലാണ്. നമ്മൾ പണ്ട് പറഞ്ഞ് കളിയാക്കിയ യൂറോപ്യൻസ് അല്ല. അവർ ഒരു ലൈംഗിക അരാജകത്വത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ പിടിയിൽ നിന്ന് മോചിതമായിട്ടുണ്ട്. പക്ഷേ കേരളം അങ്ങോട്ടാണ് ആ പോക്ക്. കേരളത്തിൻ്റെ പോക്ക് അങ്ങോട്ടാണ്. ഒരു ഓപ്പൺ സെക്സ് അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നിൻ്റെ ആധിക്യം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് കേരളത്തിൻ്റെ പോക്ക്. ഓൺലൈൻ ആപ്പുകൾ, അതിൽ മിക്കപ്പോഴും മാംസദാഹമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഈ ഓൺലൈൻ ആപ്പുകളൊക്കെ ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു ഫ്രീ സെക്സ്വൽ കാര്യങ്ങളാണ് നമുക്കറിയാം. യൂറോപ്പിലൊക്കെയാണ് ഇത്തരം ആപ്പുകളുടെ ഒരു ആധികാരികത പണ്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ നാട്ടിലേക്കും വന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. പ്രത്യേകിച്ചും ഒരു ലൈംഗിക പങ്കാളിയെ തേടുക എന്ന രീതിയിൽ ഓൺലൈൻ ആപ്പുകളൊക്കെ തുടങ്ങിയത് യൂറോപ്പിലോട്ടാണ്. ഇപ്പോൾ അത് പ്രണയം തേടുവാനുള്ള വഴികൾ എന്ന പേരിലാണെങ്കിലും ഇൻഡയറക്റ്റായിട്ട് അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്നത് ലൈംഗികമായ ഷെയറിങ് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിലെ അമ്മമാർ, ഉമ്മമാർ, അല്ലെങ്കിൽ മിക്ക ആളുകൾക്കും ഇത്തരം ഒരു ആപ്പുകളുടെ ഉപയോഗത്തെ പറ്റിയൊന്നും വലിയ ധാരണ ഉണ്ടാകുവാൻ സാധ്യതയില്ല. കാരണം ഒരു 45 ആ വയസ്സിന് അകത്തുള്ള ആളുകൾ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഒരു സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗത്തെപ്പറ്റി അറിയാൻ വഴിയില്ല. കാരണം അവരുടെ കോളേജ് ലൈഫും മറ്റതും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രമേൽ സോഷ്യൽ മീഡിയയും വൈഫൈയും ഒക്കെ പോപ്പുലർ ആകുന്നത്. അപ്പോൾ നമ്മുടെ അമ്മമാർ, പ്രത്യേകിച്ചും കൗമാരപ്രായം കഴിഞ്ഞ മക്കളുടെ അമ്മമാർ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറഞ്ഞു വയ്ക്കാറുള്ളത്. പിതാക്കന്മാർ നമ്മുടെ നാട്ടിലെ സംബന്ധിച്ച് മിക്കപ്പോഴും ഗൾഫുകളിലായിരിക്കും, വിദേശ രാജ്യങ്ങളിലായിരിക്കും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അങ്ങനെയാണ്. കൂടുതലും വിദേശികൾ അല്ലെങ്കിൽ പ്രവാസികളാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല. മാസത്തിൽ ഒരു പ്രാവശ്യം, വർഷത്തിൽ ഒരു മാസത്തിൽ ലീവ് കിട്ടുന്നവർ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാധ്യതയില്ല, ശ്രദ്ധിക്കാൻ അവസരവും ലഭിക്കത്തില്ല. പക്ഷേ പെൺകുട്ടികളുമായി കൂടുതൽ ഇടപഴകുന്ന അമ്മമാർ അവരുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ എന്തൊക്കെയാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണിത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലുമൊക്കെ ഇന്ദിരാ ഗഗോയിമാർ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് പറയാറുള്ളത്. ഇത്തരം ആപ്പുകളുടെ ഒരു ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് കോളേജുമായി ബന്ധപ്പെട്ട, കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാകുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.